ഇവിടെ ആരും ഇല്ലേ? നാത്തൂനെ, ആ നാത്തൂനെ, എന്നാണ്ട് വിശേഷങ്ങളൊക്കെ? പണിയിലായിരുന്നോ? വാ വാ, കേറി വാ, കേറി വാ, ഇരിക്കി ഇരിക്കി. ആ 1 മണിയുടെ ബസ് കിട്ടിയില്ലെന്നേ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഞാൻ പിന്നെ പുതിയ മരുമോളൊക്കെ ഇവിടെ വന്നതാണ്, ഒന്ന് കണ്ടേച്ചു പോവാന്ന് വിചാരിച്ചു. എന്തേ ഇവിടെ ഇല്ലേ? ഓ, അവള് ഇപ്പൊ ഷോപ്പിങ്ങിന് പോയേക്കോ, ഇവിടെ ഇല്ല. ഇത് ബിന്ദു, നീ അവളെ ഇങ്ങനെ അഴിച്ചു വിട്ടേക്കുവാണോ? എങ്ങനെയുണ്ട്? ഓ, ഓരോ ദിവസവും ഓരോ അനുഭവങ്ങളല്ലേ നാത്തൂനെ. ഒരു പ്രത്യേകതര സ്വഭാവമാണ് ഈ ന്യൂ ജനറേഷന്റെ ഓരോ രീതികളൊക്കെ. അന്ന് കല്യാണത്തിന്റെ കൂത്തൊക്കെ കണ്ടപ്പോഴേ ഞാൻ മനസ്സിൽ വിചാരിച്ചു, എന്തൊക്കെ ആയിരുന്നു പാട്ട്, ഡാൻസ്, റീൽസ്, കുറെ ചെറുക്കന്മാര്. ഓ, വല്ലാത്ത തന്നെ. നമ്മുടെ കുടുംബത്തിന് ചേരുമെന്ന് എനിക്ക് അപ്പോഴേ ഒരു സംശയമുണ്ട്. അതൊക്കെ ഇപ്പോഴത്തെ പുതിയ പിള്ളേരുടെ ഓരോന്നല്ലേ, നമുക്കതിനകത്തൊന്നും പറയാൻ പറ്റില്ല. അവർക്ക് ഓരോ താല്പര്യങ്ങൾ ഉണ്ടാവുമല്ലോ കല്യാണത്തെ കുറിച്ച്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആദ്യമേ നിയന്ത്രണം വേണം. ഞാനത് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഒരു രീതിയും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പത്തെ പിള്ളേരല്ലേ, നമുക്കൊരു പരിധി വിട്ടങ്ങ് പറയാൻ പറ്റൂല. അതാ പ്രശ്നം വരുന്നേ. പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, കല്യാണത്തിന് എന്ത് കിട്ടി? സ്വർണവും പണവും ഒക്കെ ആയിട്ട് എത്ര കിട്ടിന്നൊക്കെ നാത്തൂൻ എന്നോട് പറഞ്ഞില്ല. അതിപ്പോ ക്യാഷിന്റെ സ്വർണത്തിന്റെ കാര്യമൊന്നും ഞാൻ ചോദിച്ചൊന്നുമില്ല. അതൊക്കെ മോശല്ലേ. നമ്മുടെ വീട്ടിലെ കാര്യമല്ലേ, കാര്യം ഇളയ മോനാണ്, പ്രേമ കല്യാണാണ്. എന്തൊക്കെയാണേലും അവരുടെ പെൺകൊച്ചിന് അവരെന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടാവും. സ്വർണത്തിനും പണത്തിനൊക്കെ ഒരു കണക്ക് വേണം കേട്ടോ. ഇഷ്ടമുള്ളതിൽ പോലും ഉപയോഗിക്കാനാണെങ്കിൽ, എന്റെ വീട്ടിൽ എന്റെ പുതിയ മരുമോള് വന്നപ്പോ തന്നെ ഞാൻ അവളുടെ സ്വർണ്ണമൊക്കെ മേടിച്ചപ്പോ തന്നെ അലമാരിൽ വെച്ച് കൂട്ടി. നമുക്ക് ഇതിനകത്തൊക്കെ ഒരു നിയന്ത്രണം വേണം. പിള്ളേരല്ലേ, ഇതൊന്നും ഉപയോഗിക്കാൻ അറിയാത്ത കാലമല്ലേ. അതുകൊണ്ട് നീ അവളുടെ അടുത്ത് ഒരു മയത്തില് സംസാരിച്ച് അതൊക്കെ മേടിച്ച് നിന്റെ അലമാരിൽ വെച്ചങ്ങ് കൂട്ടിയത്. ഓ, അതൊക്കെ അവരുടെ സാധനങ്ങളല്ലേ, അതൊക്കെ നമ്മൾ അതിനെ ചുമ്മാ അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഈ സീരിയലൊക്കെ കാണുന്ന അമ്മായിമ്മ പോലെയൊക്കെ ആവൂലേ, അതിന്റെ ഒന്നും ആവശ്യമില്ല. നീ അവരൊക്കെ അതിനനുസരിച്ച് ചെയ്തോട്ടെ, കുഴപ്പമില്ല. ഈ വീട്ടിൽ ആരാ തീരുമാനം എടുക്കേണ്ടതെന്ന് തുടക്കത്തിൽ തന്നെ അവളെ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അല്ലെങ്കിൽ അടുക്കളയും ഈ വീടും എല്ലാം അവളുടെ നിയന്ത്രണത്തിലാവും. പിന്നീട് വാങ്ങി വിളിച്ചിട്ടൊരു കാര്യമില്ല കേട്ടോ. ഞാൻ പറയാനുള്ളത് പറഞ്ഞതേ ഉള്ളൂ. ഒരു കാര്യം ഓർമ്മിക്കണം, സ്നേഹിക്കാം, പക്ഷെ അതിര് വിട്ട് ഒരു സ്വാതന്ത്ര്യം കൊടുക്കരുത്. അടക്കി ഒതുക്കിയും നിർത്തിയാൽ മാത്രമേ ഈ കുടുംബം കുടുംബമായിട്ട് നിലനിൽക്കൂ. അല്ലെങ്കിൽ നിനക്കൊരു വില ഉണ്ടാവില്ല. ദേ നാത്തൂനെ, അവള് വന്നു. ആ വന്നോ? ഞാൻ ഒന്ന് സംസാരിക്കട്ടെ. മോളെ, ദേ അമ്മായി വന്നിട്ടുണ്ട്. ആ, ഇതാരാ അമ്മായിയോ? എപ്പ എത്തി? ഓ, ഇപ്പൊ എത്തിയേ ഉള്ളൂ. മോളെ എങ്ങോട്ട് പോയതാ? ഞാനേ കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് സാധനങ്ങള്, വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളും ഡ്രസ്സൊക്കെ മേടിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ പോയതാ. ഓ, അയ്യോ, ഇത് എന്നെ ഇട്ടേക്കുന്നേ. കേട്ടോ ബിന്ദു, അന്ന് കല്യാണത്തിന് സാരിയിലൊക്കെ കണ്ടപ്പോ കുറച്ചുകൂടി ഒക്കെ ഒരു ഐശ്വര്യം തോന്നി. ഇത് ഒരുമാതിരി പേക്കൂത്ത് പോലത്തെ ഒരു ഡ്രസ്സും, ഈ ടോപ്പിനൊന്നും ഇറക്കില്ലല്ലോ കൊച്ചേ. ഈ ഡ്രസ്സിന് എന്താ ഇപ്പൊ കുഴപ്പം? കുറച്ചുകൂടെ മാന്യമായിട്ടുള്ള ഡ്രസ്സൊക്കെ ധരിക്കാൻ കേട്ടോ. മാന്യത ഡ്രസ്സിലല്ലല്ലോ, പെരുമാറ്റത്തിലല്ലേ അമ്മായി. അല്ല, ഈ വീട്ടിലെ മരുമകൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു സ്ഥാനമുണ്ട്. അതിന് ചേരുന്ന രീതിയിലായിരിക്കണം വസ്ത്രമൊക്കെ ധരിക്കാനേ. അമ്മ ലാസ്റ്റ് വീക്ക് ഇവിടെ വന്നത് ഈ അമ്മായിയുടെ മോളല്ലേ, അനിത. എന്താ? ആഹാ, അന്ന് അനിത ഇവിടെ വന്നപ്പോഴ് ഇത്ര പോലെ ഇറക്കൽ എത്ര ടോപ്പ് ഇട്ടാണല്ലോ വന്നത്, ക്രോപ്പ് ടോപ്പ്. ആക്ച്വലി ആ കുട്ടിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. അപ്പോ ഇവിടെ ആരും ഒന്നും പറഞ്ഞു ഞാൻ കേട്ടില്ല. അല്ല, അനിതയ്ക്ക് കുഴപ്പമില്ല, അനിത കൊച്ചല്ലേ. ഞങ്ങൾ അതിൽ ജസ്റ്റ് 1 ഇയറിന്റെ വ്യത്യാസമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു 1 ഇയറിന്റെ വ്യത്യാസം പോലും ഇല്ല, 6 മന്ത്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. ലാസ്റ്റ് ടൈം ഞങ്ങൾ സംസാരിച്ചത് അതിനെ കുറിച്ചിട്ട്. അല്ല അമ്മായി, അപ്പൊ അവക്ക് ശരിയായത് എനിക്ക് മാത്രം എന്താ തെറ്റാവുന്നേ? മോളെ വിട്ടേക്ക് കേട്ടോ, കുഴപ്പമില്ല, വിട്ടേക്ക്. നാത്തൂനെ ചോറുണ്ടിട്ട് പോവാട്ടോ. ഓ, ചോറൊന്നും വേണ്ട നാത്തൂനെ, ഞാൻ ഇപ്പൊ പോയി കഴിഞ്ഞാൽ 3:30യുടെ ബസ് പിടിക്കും. ഞാൻ കൊച്ചിനെ ഒന്ന് കാണാൻ വന്നേ ഉള്ളൂ. അമ്മായി ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി. എന്നാ ഞാൻ ഇറങ്ങട്ടെ മോളെ. ശരി നാത്തൂനെ, ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഇറങ്ങേ. എന്താ ഇത്ര കാര്യമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ആ, അമ്മായി വന്നിട്ട് എന്ത് പറഞ്ഞു? അമ്മായി ഇപ്പൊ എന്താ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു, പിന്നെ നിന്നെ കുറിച്ചൊക്കെ ഒന്ന് ചോദിച്ചു. ഓ,
ഞാൻ പറയണോണ്ടൊന്നും തോന്നരുത്, ആ അമ്മായി എനിക്ക് തീരെ അങ്ങ് കംഫർട്ട് അല്ല. അന്ന് കല്യാണത്തിന്റെ അന്ന് ഉണ്ടല്ലോ, അച്ഛന്റെ അടുത്ത് അളമ്മയുടെ അടുത്തും എന്താണ്ടൊക്കെ പറഞ്ഞ് ആകെ അങ്ങ് അലമ്പാക്കി വിട്ടു. അതൊന്നും മനസ്സിൽ വെക്കണമെന്ന് വേണ്ട. ഓരോരുത്തരും ഓരോ സ്വഭാവക്കാരാ. അവര് പറയാനുള്ളത് പറയും. പിന്നെ ഇവരൊക്കെ ഇനിയിപ്പോ മോളുടെയും കൂടെ ബന്ധുക്കളാണല്ലോ, ആ ഒരു രീതിയിലൊക്കെ ഒന്ന് കണ്ടാ മതി. വല്ലപ്പോഴൊക്കെ കാണുന്ന ആൾക്കാരല്ലേ, അതൊക്കെ ഓക്കെ. അമ്മായി എന്ത് അഡ്വൈസ് അമ്മയ്ക്ക് തന്നേ? അതല്ല, നീ ഇപ്പോ പുതിയതായിട്ട് വന്ന് കേറിയതാ, നിന്റെ രീതികളൊക്കെ വേറൊരു രീതിയാണല്ലോ, പുതിയ തലമുറയിലെ ആൾക്കാരാണല്ലോ. അപ്പൊ ഇത് ഒന്ന് കൺട്രോള് വേണം എന്നുള്ള രീതിയിൽ അമ്മായി പറഞ്ഞോളൂ. അപ്പൊ ഞാൻ ഊഹിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ ഈ എല്ലാ വീട്ടിലും ഉണ്ടാവും. ഈ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോ ഏതെങ്കിലും ബന്ധത്തിൽപ്പെട്ട ഒരു അമ്മായി വന്നിട്ട് ഈ ഉപദേശിക്കുന്ന ഉപദേശം, പക്ഷെ എന്റെ അമ്മോ, പറഞ്ഞങ്ങ് ഊതി കത്തിച്ചിട്ട് ഒരൊറ്റ പോക്കാം. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായെന്ന് കണ്ട അവർക്കായിരിക്കും ഏറ്റവും സന്തോഷം. ഈ സിനിമയിലെ സീരിയലിലൊക്കെ ഇങ്ങനത്തെ കഥാപാത്രങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ. റിയൽ ലൈഫിൽ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ. പിന്നെ നീ അവരവര് പറയുന്ന കേട്ടൊന്നും അതൊന്നും മനസ്സിലേക്ക് എടുക്കൊന്നും വേണ്ട. ഞാൻ നിന്റെ അടുത്ത് മറ്റേ പോരെടുക്കാൻ വരുന്ന അമ്മായിമ്മയൊന്നല്ല. അങ്ങനെയൊന്നും നീ എന്നെ കുറിച്ച് ചിന്തിക്കൊന്നും വേണ്ട. എല്ലാവരും പലതും വന്നങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കും. ഈ കുടുംബം കളിക്കാൻ വേണ്ടി പലരും ഇങ്ങനെ വരും. കല്യാണമൊക്കെ കഴിയുമ്പോൾ അതൊക്കെ സ്വാഭാവികമാണ്. ഞാൻ ഇതൊക്കെ ഒരു ചെവി കൂടെ കേട്ട് മറ്റു ചെവി കൂടെ കളയും. അല്ല, നിന്റെ അടുത്ത് പോരെടുക്കാനൊന്നും ഞാനില്ല കേട്ടോ. പിന്നെ എന്റെ കുറച്ച് രീതിയുണ്ട്, അതൊന്നും എനിക്ക് മാറ്റാൻ പറ്റില്ല. നീ അതും കൂടി ഒന്ന് പൊരുത്തപ്പെട്ടാ കുഴപ്പമില്ല. ദേ, ഇതാണ് എന്റെ അമ്മ. സണ്ണില് പറഞ്ഞതൊക്കെ കുറച്ചൊക്കെ എനിക്ക് വിശ്വാസം വരുന്നുണ്ട്. എനിവേ, വാട്ടവർ. ഞാനേ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. അമ്മ ഒന്ന് വന്ന് കാണുന്നോ? ഒരുപാട് സാധനങ്ങൾ മേടിച്ച് കൂട്ടിയ പോലെ ഉണ്ടല്ലോ. വാ വാ. ബാ.